മാസ്ത്രിയെ ഇങ്ങോട്ടാണ് തോണിയും തുഴഞ്ഞ് പുതിയ ബ്രാഞ്ച് തുറക്കാനാ. അല്ലടാ നിന്റെ അമ്മൂമ്മനെ കെട്ടിക്കാൻ പോകാം. എന്തേ നീ വരുന്നോ കൂടെ? എന്താ പരിപാടി ഒന്നുമില്ലേ? പരിപാടിയൊന്നുമില്ല. എന്താ കഴിക്കണേ? ഉഴുന്നോടുണ്ട്, പരിപ്പോടുണ്ട്, ബോണ്ടുണ്ട്, സുഗിനുണ്ട്. വേണോ? ബോണ്ട് എടുത്തല്ലോ. വേണ്ട വേണ്ട വേണ്ട. ചേട്ടാ വണ്ടി ഒന്ന് ബാക്കോട്ട് വെക്കോ. ആ ബോർഡ് കണ്ടില്ലേ? ഞങ്ങൾ നോക്കണ്ട കേട്ടോ. ഞാൻ എന്ന് പറഞ്ഞ ടീമില്ലേ വരാ. എന്താടാ ചിരിക്കുന്നേ? എന്താടാ എന്താണോ ഒന്നുമില്ലാത്ത? ആരാന്നു പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു ചെക്കന്മാർ. ആരാ ഏട്ടാ അത്? അവന്മാരെ പറ്റി പറയുമ്പോൾ കൈ വറക്കുക. ചെകുത്താൻ നാസറും വെട്ടുകിൽ സാബുവും. കൂടുതൽ അറിയണമെങ്കിൽ അവനോട് ചോദിച്ചു നോക്കും. പേര് കേട്ട ഗുണ്ടകളാ. പണിയാൻ ആളോട് തന്നെ ആളെ തന്നെ നോക്കണ്ട. എന്റെ കൈയാണ് എടുത്താ. ലാസറിനെതിരെ തിരിയുമ്പോ ഒരു മഴയൊക്കെ വേണ്ട. ഈ കണക്കൊണ്ട് തീർത്താളാ. എന്താണ് ഒരാലോചനയൊക്കെയാ? നമുക്ക് ഈ പരിപാടിയൊക്കെ അങ്ങോട്ട് നിർത്തിയാലോ? ഞാനും അതിനെപ്പറ്റി ആലോചിക്കുന്നുണ്ട്. ഒരുപാട് പേരുടെ പ്രാക്കും കിട്ടിയിട്ട് എന്തിനാലേ? ആരെ കൈകൊണ്ടാ എന്നാ തീരാന്ന് അറിയാൻ പറ്റില്ല. എന്തായാലും പുതിയ വർഷം പുതിയ ജീവിതം. ഇക്കൊല്ലെങ്കിലും നമുക്കൊന്ന് നല്ല രീതിക്ക് ജീവിക്കാൻ നോക്കല്ലേ? അതാ നല്ലത്. കുടുംബത്തോടൊന്നും ഒരു കമ്മിറ്റ്മെൻറ്റും ഇല്ലാണ്ടായിപ്പോ. ഇനി നല്ലൊരു തീരുമാനം എടുക്കേണ്ടിയുണ്ട്. അതിന് പറ്റിയ സമയം. നാളെ പള്ളിയിലൊക്കെ പോയിട്ടേ നല്ലൊരു മനുഷ്യനായി മാറും. അതാ നല്ല. ഇക്കൊല്ലെങ്കിലൊന്ന് നന്നാവണം. ശരിയാ. ഗിരിയേട്ടാ 2 ചായ. എന്താ സംസാരത്തിലൊക്കെ ഒരു മയവും? മൂലൊക്കെ അല്ലേ നന്നാവാൻ തീരുമാനിച്ച്. വെറുതെ ഒരു ശത്രുത ഇങ്ങനെ വരുത്തി വെക്കണ്ടല്ലോ. അതേതായാലും നന്നാക്കി നോക്കളെ. ഇപ്പോൾ നോക്കുകയാണെങ്കിലേ ആരെ കൈകൊണ്ടെങ്കിലും നമുക്ക് തീരും. അതുകൊണ്ട് എന്തായാലും ഞങ്ങൾ നിർത്താനുള്ള പരിപാടിയാണ്. ഇക്കൊല്ലെങ്കിലും ഒന്ന് നന്നായി ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അതെ. 2 സ്പെഷ്യൽ ചായ എടുത്തോളൂ. ന്യൂ ഇയറിന് എൻ്റെ ഭാഗം സ്പെഷ്യൽ ചായ ഫ്രീ. കലക്കി ചായ ഇടക്കെട്ട കണ്ടെടുത്തിനും എൻ്റെ കച്ചവടം പൂട്ടിക്കൂലേ? ന്യൂ ഇയർ സ്പെഷ്യൽ അടിപൊളി ചായ. എൻ്റെ കൈ സൂപ്പർ ചായ കുടുക്കി. നീ നന്നായത് കൊണ്ടാണോ ചായക്ക് ഒരു ടേസ്റ്റ്? കൊള്ളാം. ഞാനിപ്പോ വരാം. അതെ, കുറച്ച് വെള്ളം കാലിയാ? ഒന്നുമില്ല. സാബേ നീ ഇവിടെ ഉണ്ടല്ലേ? സാബേ വെള്ളം കിട്ടോടാ. തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്തോ.
അവന്മാരോട് കാര്യങ്ങൾ പറഞ്ഞോ. ആരും ശത്രുത വെക്കണ്ട. എടാ നീ പേടിക്കൊന്നും വേണ്ട, ഞങ്ങൾ ഇപ്പം പരിപാടിയൊക്കെ നിർത്തിപ്പോ. പിന്നെ അന്ന് എത്തിയപ്പോൾ പറ്റിപ്പോയതാ, നീ മനസ്സിലാക്കണ്ട. ആരാ മാരെ എന്ന് പറഞ്ഞ ആരെ കയ്യിൻ്റെ അവന്മാർക്കൊരു പണി കൊടുക്കണം. അവന്മാർക്കുള്ള പണി കൊടുക്കാം. വെട്ടിക്കണേ എന്താടാ പണിയാണല്ലോടാ. ഞങ്ങളോട് പറഞ്ഞല്ലോ ഞങ്ങളെല്ലാ പരിപാടിയും നിർത്തി. ഞങ്ങൾ അങ്ങനത്തെ പരിപാടിയൊക്കെ നിർത്തിയടാ, എന്നോട് ഞാൻ അന്നേ പറഞ്ഞല്ലേ. ഞാൻ നന്നാവണ്ടാ. ഇതൊരു നടക്ക് പോകൂല. വേറെ അർത്ഥ കൊല്ലൂല്ലേ? അല്ല